ഇനി നമുക്ക് ബോഡി പോർഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡും ബോഡി എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ച് തന്നെ അങ്ങ് ക്രോഷേ ചെയ്ത് പോവാണ്. സെപ്പറേറ്റ് പാർട്ടായിട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുക അല്ലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് യൂഷ്വൽ മാജിക് റിംഗിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊജക്റ്റോട് കൂടെ മാജിക് റിങ്ങിനോടുള്ള നിങ്ങളുടെ ഒരു പ്രശ്നവും അതേപോലെ മാജിക് റിങ്ങിനോടുള്ള ഒരു ഇഷ്ടക്കേടും പിന്നെ പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അറിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുമായിരിക്കും. ഓക്കെ, നമ്മൾ എന്തായാലും മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷേ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു റിംഗ് അങ്ങ് ക്ലോസ് ചെയ്യുവാണേ. ഇനി നമ്മൾ ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്ത് നമ്മളുടെ മാജിക് റിംഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സെയിം തന്നെ ഇൻക്രീസ് ആണ്. അപ്പോൾ 6 സ്റ്റിച്ചസിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് വരുമ്പോഴേക്ക് ടോട്ടൽ നമുക്ക് 12 സ്റ്റിച്ച് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടും. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ആൻഡ് രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇതാ ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ 2 എണ്ണം ചെയ്തു, വിച്ച് മീൻസ് ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം 2 സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ആ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ ഞാൻ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത സ്റ്റിച്ചസിലെല്ലാം ഇതേപോലെ ഇൻക്രീസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ 1 2 സിംഗിൾ ക്രോഷേ വീതം എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഇനി ചെയ്യണം. അപ്പോൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി ഞാൻ അതിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ സ്റ്റിച്ച് മാർക്കർ ഇരുന്ന സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് വെച്ചതിന് ശേഷം അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് വെക്കും. എന്നിട്ട് കയ്യോടെ തന്നെ അവിടെ സ്റ്റിച്ച് മാർക്കറും കൂടെ വെച്ച് മാർക്ക് ചെയ്ത് വിടും. എന്നിട്ടാണ് ഇനി അടുത്ത റൗണ്ടിനെ പറ്റി ചിന്തിക്കാറ് പോലും ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചിലപ്പോൾ മാറിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ് സ്റ്റിച്ച്, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മളൊരു ഇൻക്രീസ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ 2 സിംഗിൾ ക്രോഷേ ആണ് ഈ ഒരു സെയിം സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ തന്നെ, അത് കഴിഞ്ഞ് ഒരു ഇൻക്രീസ് സ്റ്റിച്ചാണ് പെർഫോം ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് 18 സ്റ്റിച്ചസ് ആണ് ഇവിടെ ഉണ്ടാവുക. നമ്മളിതാ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യണം. അതേപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഇരുന്ന സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ കൂടെ ഞാൻ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അതിന് നിങ്ങൾ എല്ലാ റൗണ്ടിലും ഓർത്തോണം കേട്ടോ. ഞാനത് എപ്പോഴും സെയിം പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ റിപ്പീറ്റ് പറയില്ല കേട്ടോ. ഫോർത്ത് റൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സിംഗിൾ ക്രോഷേ പിന്നെ ഒരു ഇൻക്രീസ്, അങ്ങനെയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ഇവിടെ ചെയ്തു. അടുത്ത സ്റ്റിച്ചിലേക്കും സിംഗിൾ ക്രോഷേ പിന്നെ ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഓക്കെ, അതേപോലെ തന്നെ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ്. അപ്പോൾ 1 2 ഇനി ഇൻക്രീസ് ആണ്. ഇൻക്രീസിൽ 1 2 ഫൈൻ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാം. ഈ ഒരു റൗണ്ട് എൻഡ് ആകുമ്പോഴേക്കും നമുക്ക് 24 സ്റ്റിച്ചസ് ടോട്ടൽ കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് വീതമായിരുന്നെങ്കിൽ അടുത്ത റൗണ്ടിൽ 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷേ ഞാനിവിടെ ചെയ്തു. ഇനി രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ 3ാമത്തെ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് വരുന്ന ആ ഒരു 4ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 5th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. 3 സിംഗിൾ ക്രോഷേ പിന്നെ ഒരു ഇൻക്രീസ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 30 സ്റ്റിച്ചാണ് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഉണ്ടാവുക. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ്.
നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് കേട്ടോ. 1 2 3 4 സിംഗിൾ ക്രോഷേ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. 1 2 സ്റ്റിച്ച് സെയിം സ്റ്റിച്ചിൽ തന്നെ. ഈ ഒരു പാറ്റേൺ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ മീറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 36 സ്റ്റിച്ചാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ 6 റൗണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 7 8 9 10 11 12 അടുത്ത 7 മുതൽ 12 വരെയുള്ള റൗണ്ടിലെ സ്റ്റിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 36 സിംഗിൾ ക്രോഷേ ആണുള്ളത്. അതിൻ്റെ മേലെ ഓരോ സിംഗിൾ ക്രോഷേ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓരോ റൗണ്ടിലും ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേക്കാം. സോ കൺഫ്യൂസ്ഡ് ആവണ്ട, ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. അപ്പോൾ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റൗണ്ടിൽ മുഴുവനായിട്ടും 36 ടോട്ടൽ നമുക്ക് കൗണ്ട് കിട്ടുക. അപ്പോൾ ഓരോ സ്റ്റിച്ചിലും നമ്മൾ സിംഗിൾ ക്രോഷേ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. വേറെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. നമ്മൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാൻ മറന്നു പോകരുത്. ബിക്കോസ് ഇല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ചസിൻ്റെ കൗണ്ട്, അതേപോലെ ആ ഒരു റൗണ്ടിൻ്റെ എൻഡ് ഏതാണെന്നുള്ളതൊക്കെ ചിലപ്പം മിസ്സായി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് റൗണ്ട് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ തന്നെ മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ എൻഡിൽ എത്തിക്കഴിയുമ്പം ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ളത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മേലെ കൂടി ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് വെക്കാൻ പോകരുത്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേ 1 2 3 കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു എൻഡിൽ എത്തുമ്പോൾ 36 എത്തുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ നമ്മൾ ആ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് വെക്കരുത്. അതിന് നമുക്ക് എപ്പോഴും സ്കിപ്പ് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യുകയാണ്. അടുത്തത് 8ാമത്തെ റൗണ്ടാണ്. 8ാമത്തെ റൗണ്ടിലും സെയിം തന്നെ നമ്മൾ സിംഗിൾ ക്രോഷയാണ് എല്ലാ സ്റ്റിച്ചിലും ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻഡിൽ നമ്മൾ ആദ്യം ചേർത്തുള്ള ആ ഒരു ചെയിൻ സ്റ്റിച്ച് ഒരെണ്ണം ബാക്കി വരും. കാരണം 36 സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ഒരെണ്ണം അവിടെ വരും. 37ാമത്തത് ചെയ്യാൻ പോകരുത്. അതവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ചെയിൻ സ്റ്റിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെയിം തന്നെ സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ് ഈ ഒരു റൗണ്ട് ഫുള്ള് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ വെച്ച് കാണാം. നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലേക്ക് വരുമ്പം ഇത് ആക്ച്വലി അകംവശം ഇങ്ങനെ മറഞ്ഞു പോകാനുള്ള പോസിബിലിറ്റി, ഇങ്ങനെ പുറത്തേക്ക് മറിഞ്ഞു പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. നമ്മളത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറം വശം പുറത്ത് തന്നെ ആക്കി ഒന്ന് കൊടുത്തേക്കണം ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ. അപ്പോഴത്തേക്ക് അത് തന്നെ പിന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നോളും കേട്ടോ. അപ്പോൾ നമ്മൾ റൗണ്ട് 8ൻ്റെ എൻഡിലെത്തി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ കാര്യം മറന്നു പോകരുത്. അതിനെയും കൂടെ കൂട്ടി സ്ലിപ്പ് സ്റ്റിച്ച് സിംഗിൾ ക്രോഷേ ചെയ്ത് വെച്ച് പോകരുത്. ഇനി നമ്മൾ റൗണ്ട് 9 10 11 ആൻഡ് 12 ആ ഒരു 4 റൗണ്ടും കൂടെ ഇതേപോലെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് പാറ്റേൺ. സിംഗിൾ ക്രോഷേ എല്ലാ സ്റ്റിച്ചസിലും. സോ ടോട്ടൽ 36 സ്റ്റിച്ചസ് വെച്ചിട്ട് നമുക്ക് എല്ലാ റൗണ്ടിൻ്റെയും എൻഡിൽ കിട്ടും. അപ്പം നമുക്ക് ഇനി ആ ഒരു
12ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം മീറ്റ് ചെയ്യാവേ. സെയിം പാറ്റേൺ തന്നെ, സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിതാ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു റൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഞാനിവിടെ ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി 14ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ 3 സിംഗിൾ ക്രോഷേ പിന്നെ ഒരു ഡിക്രീസ്, അങ്ങനെയാണ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു, രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ 3, ഇനി ഒരു ഡിക്രീസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ ഈ ഒരു റൗണ്ട് മുഴുവനും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എൻഡിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ റൗണ്ട് 14 ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ റൗണ്ടിലും ചെയ്യുന്നത് പോലെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. പ്ലസ് സ്റ്റിച്ച് മാർക്കർ കൂടെ ഇവിടെ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ഏകദേശം ഒരു രൂപം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മുടെ ഫ്രോഗിൻ്റെ ഹെഡ് പോർഷനായിട്ട് വരും കേട്ടോ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 15ാമത്തെ റൗണ്ടാണ്. 15ാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസ്, അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. 14ാമത്തെ റൗണ്ടിൽ ചെയ്തതെന്ന് വെച്ചാൽ 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസ് ആണ്. ഇനി ഈ 15ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ 2 സിംഗിൾ ക്രോഷേ നമ്മളിവിടെ ചെയ്തു. ഇനി ചെയ്യുന്നത് ഒരു ഡിക്രീസ് സ്റ്റിച്ചാണ്. നമ്മൾ ഡിക്രീസ് പിടിച്ചതുപോലെ അതേപോലെ നമ്മൾ ഏത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളുടെ ഈ പ്രീവിയസ് ഒരു ലൂപ്പ് നമ്മുടെ ഈ ഒരു ഹുക്കിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ ലൂസായി കിടക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ ഇങ്ങനെ ഒന്ന് വലിഞ്ഞു പോയാലോ അല്ലെ അങ്ങനെ. അപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ച് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ടൈറ്റായിട്ട് സ്റ്റിച്ചസ് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വലിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ഡൗട്ട് ആവണ്ട, അതിങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാക്സിമം നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ചസ് അതേപോലെ അടുത്തടുത്ത് ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പം നമ്മളൊരു ഡിക്രീസ് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തത് 2 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. 1, 2 എന്ന് പറയുമ്പോൾ 2 അടുത്തടുത്ത സ്റ്റിച്ചിലാണ് കേട്ടോ, ഒരേ സ്റ്റിച്ചിലല്ല. 2. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഈ 15ാമത്തെ റൗണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് 18 സ്റ്റിച്ചായിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മൾ ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചളക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അതൊന്ന് കൈ കൊണ്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സാക്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെഡിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് അതേപോലെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ തുന്നി വരുമ്പോൾ ഇതേപോലെ പൊങ്ങലൊക്കെ ഉണ്ടാവും ചില സ്ഥലത്ത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കൈ കൊണ്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഹെഡ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹെഡും അതേപോലെ ഇതൊരു നെക്ക് പോർഷനായിട്ട് വരും, അതുകൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ബോഡിയും കൂടെ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റൗണ്ട് 16 ആണ് വരുന്നത്, 16ാമത്തെ റൗണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസ് ആണ് നമ്മൾ ലാസ്റ്റത്തെ 15ാമത്തെ റൗണ്ടിൽ ചെയ്തത്.
ഇനി ചെയ്യാൻ പോകുന്ന 16ാമത്തെ റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു നെക്കും ഹെഡും ബോഡിയും സെപ്പറേറ്റ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഒന്നിച്ച് തന്നെ തുന്നി പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു 16ാമത്തെ റൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓൾറെഡി ഞാനിവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റിച്ചിലും നമ്മൾ സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു. ഇനി വരുന്ന സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമ്മൾ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സ്റ്റിച്ച് ചെയ്യുന്നതിനെയാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. സോ 1 അതേ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2ാമത്തെ സിംഗിൾ ക്രോഷയും കൂടെ ചെയ്യാൻ പോകണം. അപ്പോൾ ഇതൊരു ഇൻക്രീസ് സ്റ്റിച്ചായി. ഇതേപോലെ നമ്മൾ ഓൾറെഡി ഇവിടെ ഹെഡിൻ്റെ ഈ ഒരു പോർഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻക്രീസ് വന്നപ്പം ചെയ്തല്ലോ, ജസ്റ്റ് ദ സെയിം. നമ്മൾ ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയുമല്ലോ, നമ്മൾ ആ ചെയ്യുന്ന പ്രോസസ്സിനെ വിശ്വസിക്കുക. അപ്പോൾ അത് അറ്റ് ദ എൻഡിൽ നമുക്ക് ആ റിസൾട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ചെയ്ത് വരുന്ന വഴിക്ക് അയ്യോ അങ്ങനെ ആയല്ലോ എന്നൊന്നും നോക്കണ്ട, അതിനെപ്പറ്റി ഒന്നും നമ്മൾ ബോധേഡാവരുത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സിംഗിൾ ക്രോഷേ അടുത്ത 2 സ്റ്റിച്ചിലായിട്ട് 1 2. ഇനി വരുന്ന അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 2 സ്റ്റിച്ചിന് വേണ്ടിയിട്ട് 1 2 അതേ സ്റ്റിച്ചിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ കാണാം. അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ ഒരു ഇൻക്രീസ് സ്റ്റിച്ചിലായിരിക്കും ഈ ഒരു റൗണ്ട് തീരുക. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻക്രീസ് ആണ്. അപ്പം ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള ആ ചെയിൻ സ്റ്റിച്ച് ഉണ്ട്, അതിന് നമ്മളൊന്നും ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഇതേപോലെ ടൈറ്റായിട്ട് ചെയ്യാം. നമുക്ക് ചെയ്യാനൊരു ചെറിയ ബുദ്ധിമുട്ട് ചിലപ്പം നമ്മളുടെ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. സ്റ്റിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഓൾറെഡി എടുത്തിരിക്കുന്നത് വളരെ ചെറിയ സൈസായിട്ടുള്ള നീഡിലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ടൈറ്റായിരിക്കും നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലപോലെ ടൈറ്റായിരുന്നാലേ ഇതേപോലുള്ള അമിഗ്രോമി വർക്ക്സൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സൈസ് ചെറിയ ഹുക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ പഠിക്കുകയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതിന് യാണിന് ഏതാണോ പ്രിഫർ ചെയ്യുന്ന ഹുക്ക് അത് തന്നെ എടുത്താൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്ത് പഠിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ടൈറ്റൊക്കെ വരുന്ന സമയത്ത് മേ ബി നമ്മൾ സ്റ്റിച്ച് മറന്നു പോകാനോ കുറേ ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് പോയല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. നമുക്കിത് ട്രസ്റ്റ് ദ പ്രോസസ്, എൻഡിൽ എന്താവുന്നു അപ്പോൾ കാണാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു റൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്തേക്കുവാണേ. നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് 16ാമത്തെ റൗണ്ടാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 24 സ്റ്റിച്ച് ഈ ഒരു റൗണ്ടിൽ ഉണ്ടാവും. ഇനി നമ്മൾ 17ാമത്തെ റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് അങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ തന്നെ ചെയ്യുമല്ലേ. അപ്പം ഇത്രയൊക്കെ ആയപ്പോഴേക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ ഇവിടെ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, ഇപ്പോൾ 2 എണ്ണമായി. 3ാമത്തെ സ്റ്റിച്ചിലും നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 4ാമത്തെ സ്റ്റിച്ച് വരുമ്പോൾ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഒരു പ്രൊജക്റ്റിൻ്റെ പാറ്റേൺ നോക്കി എങ്ങനെ നമുക്കതിൽ വർക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പാറ്റേൺസ് ഒക്കെ പിന്നെ കാണുമ്പോൾ നല്ല രീതിക്ക് അത് വായിച്ച് ഇതേപോലെ അമിഗ്രുമി ടോയ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം.
അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക്. കാരണം ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോഷ്യ പഠിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ചസ്, ഹുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു പാറ്റേൺ എങ്ങനെ വായിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ ജസ്റ്റ് കണ്ടാൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിത് ചെയ്തു പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെ മേലെ ഇതിൻ്റെ പാറ്റേണും കൂടെ എഴുതി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ആദ്യം വിചാരിച്ച് കാണും ഇതെന്താണ് സംഭവം എന്ന് ചിലപ്പോൾ ഐഡിയ കിട്ടിക്കാണില്ല അറിയാത്തവരാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. അപ്പോൾ അതുകൂടെ കണ്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അധികം നേരം കഥ പറയുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. 3 സിംഗിൾ ക്രോഷേ പിന്നെ ഒരു ഇൻക്രീസ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് മുതൽ, അതായത് 18, 19, 20 അങ്ങനെ 3 റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം സിംഗിൾ ക്രോഷേ തന്നെ എല്ലാ സ്റ്റിച്ചിലും ചെയ്യാൻ പോകണം. ഇതേപോലെ തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 റൗണ്ടാണ്, 18, 19, 20. ആ 3 റൗണ്ടിലും സിംഗിൾ ക്രോഷേ മാത്രമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരെണ്ണം ഞാൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ഈ ഒരു റൗണ്ടിൽ ഓൾറെഡി ഉള്ള എല്ലാ സ്റ്റിച്ചിലും നമ്മൾ സിംഗിൾ ക്രോഷേ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 20ാമത്തെ റൗണ്ടിൽ മീറ്റ് ചെയ്യാം. വേറെ ഒന്നുമില്ല, സിംഗിൾ ക്രോഷേ തന്നെ നമ്മളിതിലെ റിപ്പീറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ ഇതേപോലത്തെ ഒരു രൂപം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെഡും നെക്ക് അതേപോലെ ബോഡിയുടെ ഏകദേശം ഒരു പകുതി ഇപ്പം ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഈ ഒരു റൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തത് ഇവിടെ ഓൾറെഡി സ്റ്റിച്ച് മാർക്കർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റിപ്പീറ്റ് പറയുന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് 21ാമത്തെ റൗണ്ടാണ്. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസ് എന്നുള്ള പാറ്റേൺ ആണ്. ഒരെണ്ണം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ, മൂന്നാമത്തെ സിംഗിൾ ക്രോഷേ, അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു ഡിക്രീസ് സ്റ്റിച്ചാണ്. ഓക്കെ, ഇതേപോലത്തെ പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു 21ാമത്തെ റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 22ാമത്തെ റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് 2 സിംഗിൾ ക്രോഷേ പിന്നെ ഒരു ഡിക്രീസ് എന്നുള്ള ഒരു പാറ്റേൺ ആണ്. ഇപ്പോൾ ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷേ ഞാൻ ചെയ്തു. ഇനി രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ, ഇനി വരുന്നത് ഒരു ഡിക്രീസ് ആണ്. അപ്പോൾ ഇതിന് മുന്നത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്തത് 3 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ ഒരു ഡിക്രീസ് സ്റ്റിച്ച്. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഈ ഒരു 23ാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചസ് ആയിരിക്കും കേട്ടോ കിട്ടുക. ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു പരിപാടിയാണ്. കുറച്ച് പോളിസ്റ്റർ കോട്ടൺ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ പോളിസ്റ്റർ കോട്ടൺ ഇല്ലെങ്കിൽ കുറച്ച് സാധാരണ തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വേസ്റ്റ് തുണി കഷ്ണങ്ങളൊക്കെ, അങ്ങനത്തെ സാധനങ്ങൾ ഇതിനകത്ത് ഫില്ല് ചെയ്താലും മതി. ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ഇതിനെ ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഈ ഒരു പഞ്ഞി എത്തി എന്നുള്ളത് കൺഫേം ചെയ്യണം കേട്ടോ. വൺസ് നമ്മൾ ഇത് മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതുണ്ടല്ലേ, ഫുള്ളൊന്ന് ഫില്ലായിരിക്കും. നമ്മൾ ഞെക്കിയാൽ കുഴിഞ്ഞൊന്നും പോകത്തില്ല, നല്ലൊരു സ്റ്റഫായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളൊരു ലൂപ്പ് ഇവൻ പോവാതെ നമ്മൾ ശ്രദ്ധിച്ചോണം കേട്ടോ. പഞ്ഞി നമ്മൾ ഇതിനകത്ത് നിറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിക്രീസ് സ്റ്റിച്ചാണ് ഈ എല്ലാ സ്റ്റിച്ചിലും കൂടെ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പം 12 സ്റ്റിച്ച് ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇനി ഫുള്ള് നമ്മൾ ഡിക്രീസ് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി 12 സ്റ്റിച്ച് തിരിച്ച് 6 സ്റ്റിച്ചായിട്ട് മാറും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് വെച്ചില്ലായിരുന്നു, ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്തത്. അത് ഞാൻ മെല്ലെ ഒന്ന് അഴിക്കുവാണേ. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കറിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് എണ്ണി എടുത്താൽ മതി. നമ്മുടെ സ്റ്റിച്ച് കൗണ്ട് കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇനി 12 എണ്ണത്തിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ 6 ഡിക്രീസ് സ്റ്റിച്ചാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചസ് ഇതേപോലെ പിടിക്കാൻ കുറച്ച് പാടായിരിക്കും. നമ്മളൊന്ന് കൈ ഇതേപോലെ ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ചിനെ ഇതേപോലെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. കുറച്ച് നീളം ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കളറിനൊക്കെ മാച്ചായ ഈ ഒരു പച്ച സൂചി എടുക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് പറ്റില്ല കേട്ടോ. നമ്മൾ മാക്സിമം ഈ ഒരു ഞാൻ അത്രയും ചെറുതായതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ സൂചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ സൂചി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മുനയില്ലാത്ത ടൈപ്പ് സൂചിയാണ്. അപ്പോൾ നമുക്കിതാ പെട്ടെന്ന് ഈ ഒരു സൂചി ഒന്ന് കൊടുത്തെടുക്കാം. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഈ ഒരു ഹുക്ക് ഇങ്ങോട്ടേക്ക് ലോക്ക് ചെയ്ത് അഴിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിതാ ഈ സൂചിയിലേക്ക് ഈ നൂലങ്ങ് കോർത്തെടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതങ്ങ് കാണാൻ പറ്റാത്ത രീതിക്ക് തുന്നി വെക്കാൻ പോവുക. ഞാനിപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് ഇതാ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ സൈഡിലുള്ള ഒരു 3ാമത്തെ സ്റ്റിച്ചിലേക്ക് മെല്ലെ അതിൻ്റെ അകത്തേക്ക് ഇതേപോലെ ഒന്ന് എടുത്തിട്ട്, അപ്പോൾ തണ്ടില്ല, അപ്പോൾ തന്നെ അത് ക്ലോസ് ആയി. ഇനി അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടെ നൂലിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്റ്റിച്ചിലും കൂടെ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ദാ ഈ ഒരു റൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു കെട്ടിടണ്ടേ. ഇവിടെയുള്ള ഈ ഒരൊറ്റ ഇഴയിലാണ് ഞാനിപ്പോൾ കെട്ടിട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് കാണാൻ പറ്റാത്ത പോലെ ഇരുന്നോളൂ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്കും കൂടെ ഞാൻ ഒന്നുകൂടെ തുന്നിയെടുത്തിട്ട് ഇതവിടെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ഞാൻ നേരെ അകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ഫ്രണ്ട് പോർഷൻ ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗത്തേക്കല്ലാതെ അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എവിടേക്കെങ്കിലും സൂചി എവിടെയാണോ വരുന്നത് അങ്ങോട്ടേക്കൊന്ന് ഇതേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ നല്ലപോലെ ടൈറ്റായിട്ട് ഇതേപോലെ ക്ലോസ് ആയിക്കോളും. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു പഞ്ഞീനെയൊക്കെ ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ വന്ന് ലോക്കാവും. ഇനി ഞാൻ എപ്പോഴും നൂല് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ നേരെ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അറ്റം ഇവിടെ വന്ന് നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളിതിപ്പോൾ ഓൾറെഡി ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും നീളം ഈ നൂല് ഇതിനകത്തുണ്ട്,
കുറച്ചൊന്ന് ഇത് വലിക്കുക. ഇത് വലിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കയറുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വലിച്ചങ്ങ് പിടിച്ചിട്ട് ഇതിനെ അങ്ങ് മാക്സിമം അറ്റം വെച്ച് അങ്ങ് മുറിച്ച് കളയുക. അപ്പോൾ സഡനായിട്ട് ഈ ഒരു നൂല് ഇതിനകത്തേക്ക് കയറി പൊക്കോളും. പിന്നെ നമുക്ക് അതിനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കണ്ടില്ലേ, നമ്മളിതാ ഇവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തപ്പം ആ നൂല് എവിടെയായിരുന്നു എന്ന് പോലും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ആ ഒരു കൈയും കാലൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. നമ്മൾ ആദ്യമേ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കൈകളും കാലുകളും എന്ന് പറയുന്നത്. നമ്മൾ 7 ചെയിനും 10 ചെയിനും വെച്ചാണ് കൈയും കാലും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. ഇത് 2 കൈയാണ്, ഇത് 2 കാലാണ്. കാലൊന്ന് തുന്നി വെക്കാം ഫസ്റ്റ്. ഇനി ചെയ്യാൻ പോകുന്നത് കാല് ഏകദേശം നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷൻ്റെ 2 സൈഡിലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതേപോലെ. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു റൗണ്ട്, അതിന് മുന്നിൽ രണ്ടാമത്തെ ഒരു റൗണ്ട്, മൂന്നാമത്തെ ഒരു റൗണ്ട്. ആ ഒരു മൂന്നാമത്തെ റൗണ്ടിനോടും 4ാമത്തെ റൗണ്ടിൻ്റെയും കൂടെ ഇടയിലായിട്ടാണ് ഞാൻ ഈ ഒരു കാലിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സൂചി കയറ്റുന്നൊരു സ്ഥലം. അത് കഴിഞ്ഞ് 3ാമത്തെ റൗണ്ടിൽ കൂടെയാണ് ഞാൻ ഇതൊന്ന് പുറത്തേക്ക് പുള്ളി ചെയ്തെടുക്കുന്നത്. നമ്മളങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ സെയിം സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ സെയിം സ്ഥലത്ത് ഏതെങ്കിലും നോക്കിയിട്ട് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കെട്ട് നമ്മുടെ ചെയിൻ സ്റ്റിച്ചിലേക്ക് വീണ് പോവാതെ നോക്കണം. ഇതിൻ്റെ ഏറ്റവും എൻഡിൽ ആ നൂലിൻ്റെ തന്നെ അറ്റത്തേക്ക് ഇതിനെ കൊണ്ടുപോയി നമ്മൾ കെട്ടിക്കൊടുക്കുക. സിമ്പിൾ, അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ഒരു സ്റ്റിച്ചിൽ ഇതേപോലെ നമ്മൾ ഈ ഒരു നൂലകത്തേക്ക് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് കളയണേ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അത് ഉള്ളിലേക്ക് വയ്ക്കുള്ളൂ. അപ്പം നമുക്ക് പിന്നെ അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതേപോലെ നമ്മൾ ഹാൻഡ്സും കൂടെ, കൈയും കൂടെ ഇവിടെ 2 സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കൈയും കാലും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇത് ശരിക്കും പകുതി ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചായിരുന്നു മിക്കവാറും ഞാൻ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട വരും. കാരണം ഈ ഹെഡ് ഭയങ്കര വലുതായി പോയോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഈ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ടാലി ആയി കേട്ടോ. ആ ഒരു ഹെഡിന് പറ്റുന്ന ഒരു കൈയും കാലും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ പച്ചത്തവള ഇവിടെ ഹാപ്പി ആയിരിപ്പുണ്ട്. ഇനി നമുക്ക് കണ്ണും കൂടെ ഫിറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ തവളക്കുട്ടന്. അപ്പോൾ നമ്മൾ ഇതേ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞു കണ്ണുകൾ നമ്മൾ ഏകദേശം ഒരു ഹെഡിൻ്റെ ഈ ഒരു പൊക്കത്തെ വശത്ത് നോക്കി ഒന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 നൂല് വരുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇതിനെ 2നെയും കൂടെ ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതേപോലൊരു കെട്ട് നമ്മൾ മെല്ലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 നൂലിനെ നമ്മൾ ഒന്നാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു നൂല് കൊണ്ട് തുന്നി വെച്ചാൽ മതിയാവും. ഇനി ഇത് നമ്മൾ മുറിച്ച് കളയരുത്, കാരണം ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ ഒരു കണ്ണ് തുന്നുന്ന സമയത്ത്. അപ്പോൾ അത് ചെറിയൊരു കെട്ട് അവിടെ ഇട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ പോകേണ്ട ആവശ്യമാണ് കേട്ടോ. ഏകദേശം ഒരു സ്ഥലം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനൊക്കെ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇതൊരു അധികം മുന്നോട്ടായി പോകരുത്, പക്ഷേ ഇത് ഈ ഒരു തലേൻ്റെ ടോപ്പിലായിട്ട് നിൽക്കുകയും വേണം. എന്താ ഇങ്ങനെ ഒരു ഐഡിയയിൽ ഇവിടെ നിൽക്കണം. 3, 4, 5 ഈ ഒരു 6ാമത്തെ റൗണ്ടിൽ എന്ന് വെച്ചാൽ ഒരുപാട് ഹെഡിൻ്റെ ബാക്കോട്ടായി പോകരുത്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ എടുക്കുമ്പം ഈ ഒരു മൂല, പിന്നെ ഈ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു റൗണ്ടിൻ്റെ എൻഡ് വരെ ഇതുണ്ടല്ലേ, ഇവിടെ മുതൽ ഇവിടം വരെ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. നമ്മളിത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ കണ്ണിവിടെ
ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ അതിൻ്റെ മേലെയുള്ള ആ ഒരു സ്റ്റിച്ച് ഇവിടെ കിട്ടുന്ന രീതിക്ക് ഇതാ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു കണ്ണിവിടെ തുന്നി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാരണം നമ്മൾ മേലോട്ട് പോകുമ്പോഴേ ഈ കണ്ണ് ദേ ഒരു സ്റ്റെപ്പ് താഴോട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താഴെ പിടിച്ചിരുന്നെങ്കിൽ ഈ കണ്ണ് ഇനിയും താന്നു പോകും. അതിനാണ് ഞാൻ മേലോട്ടുള്ള ആ ഒരു സ്റ്റിച്ച് എടുത്തത്. ഇനി ഞാൻ മെല്ലെ ഇതിൻ്റെ നമ്മളിവിടെ ഇട്ടൊരു കെട്ടില്ലായിരുന്നോ, ആ കെട്ടിനകത്തേക്ക് മെല്ലെ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ ഒരു ചെറിയ കെട്ടിട്ട് ഇതങ്ങ് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നോക്കണം കേട്ടോ, മാജിക് റിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നോക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, അപ്പം ഇതൊന്ന് ടൈറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മെല്ലെ ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു നൂലിനും കൂടി ഇവിടെ ഇതിൻ്റെ താഴെയുള്ള ഒരു സ്റ്റിച്ചിലേക്ക് മെല്ലെ ഒന്ന് ഇതേപോലെ തുന്നിയെടുക്കുകയാണ്. ഇനി അവിടെ ഞാനൊരു കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു കണ്ണിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഞാൻ മെല്ലെ ബാക്കിലേക്ക് നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ തുന്നി വെച്ച് കട്ട് ചെയ്ത് കളയണം. ഇനി നമ്മളുടെ ഈ ഒരു കുഞ്ഞി നൂലുണ്ടല്ലോ ഇവിടെ, ആ നൂലിനെ ഞാൻ ഇതേപോലെ ബാക്കിലേക്ക്, ഇതിപ്പം ഫ്രണ്ട് സൈഡിൽ വന്ന് കിടപ്പുണ്ട്, അപ്പം മെല്ലെ ഒന്ന് ബാക്കിലേക്ക് വലിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ അടുത്ത കണ്ണും കൂടെ ഇനി നിങ്ങൾ ഫിറ്റ് ചെയ്തോളുമല്ലോ. നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ ഇത് ഞാൻ കടയിൽ എപ്പോഴോ പോയപ്പോൾ കിട്ടിയ ഒരു ക്യൂട്ടായിട്ടുള്ള ഐസ് എൻ്റെ കയ്യിലുണ്ട്. അതും കൂടെ ഞാൻ എന്താ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കണ്ണില്ലെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു ബ്ലാക്ക് സാധാരണ മുത്തുണ്ടെങ്കിലും മതി, നമുക്കതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ദേ നമ്മുടെ പച്ചത്തവള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? നല്ല ക്യൂട്ടായിട്ടില്ലേ? ഒരു ഡിഫറെൻ്റ് ആയിട്ടില്ലേ? അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. ഈസി ആണല്ലോ, നമുക്ക് കുഞ്ഞു വാവകൾക്കൊക്കെ കളിക്കാൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കീ ചെയിനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കൊള്ളാം, എനിക്ക് എന്തായാലും ഇത് ഇഷ്ടമായി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻസിൽ പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് DM ആയിട്ട് സെൻഡ് ചെയ്ത് തരികയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്നെന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.